കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നിധി ഇങ്ങനെ അമ്പലത്തിൽ ഇരുന്ന് കരയാണ്. ആ സമയത്ത് നിധി ഫോൺ എടുത്തിട്ട് ദിവ്യയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് നിധി സംസാരിക്കുന്നത്. ആ സമയത്ത് ദിവ്യ ചോദിക്കും, എന്തിനാ നിധി നീ കരയുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയും, ഒരു പ്രശ്നവുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയേ എന്ന് പറയുന്ന. ആ സമയത്ത് നിധി പറയും, എനിക്ക് നിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒന്ന് താമസിക്കാൻ പറ്റുമോ ചോദിക്കുകയാണ്. ആ സമയത്ത് ദിവ്യ പറയും, നീ എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചോ. ദിവ്യ ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, ഞാൻ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് ഉള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ ദിവ്യ പറയും, ഞാൻ എങ്കിൽ നിന്നെ കൊണ്ടുവരാൻ ഇപ്പോൾ വരാമെന്ന് പറയാം. അപ്പോൾ നിധി പറയും, വേണ്ട, ഞാൻ ഇവിടെ നിന്നും വന്നോളാം എന്ന് പറയണം. അപ്പോൾ ദിവ്യ പറയും, വേണ്ട, ഞാൻ ഒരു 20 മിനിറ്റിനുള്ളിൽ നിൻ്റെ അടുത്തോട്ടേക്ക് വരാമെന്ന് പറയണം. ഇത് പറഞ്ഞുകൊണ്ട് ദിവ്യ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ടും നിധി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിധി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷും നിധിയും തമ്മിലുള്ള പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും. ആ സമയത്ത് അങ്ങോട്ടേക്ക് ദിവ്യ വരും. ദിവ്യ വരുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി പറയും, ഞാനും സുധീഷും തമ്മിൽ ഡിവോഴ്സായി എന്ന് പറയണം. ആ സമയത്ത് ദിവ്യ ചോദിക്കും, ഇത്രയും പെട്ടെന്ന് ഡിവോഴ്സായോ, അതിന് ഒരുപാട് പ്രോസസ്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു എന്ന് കരഞ്ഞുകൊണ്ട് നിധി പറയുകയാണ്. അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ പറയും, എന്തിനാ പെൺകുട്ടി കുറേ സമയമായല്ലോ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങിയിട്ട്, എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കും. ആ സമയത്ത് ദിവ്യ പറയും, വാ നമുക്ക് ഹോസ്റ്റലിലോട്ട് പോകാം, അവിടെ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ നിധിയെയും കൊണ്ട് പോകുകയാണ്. അവിടെ നിന്ന് നിധിയും ദിവ്യയും അങ്ങനെ ഹോസ്റ്റലിലെത്തിയ ശേഷം നിധി പറയുന്നുണ്ട്, നിനക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും സുധീഷും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ല. എൻ്റെ കല്യാണം വീട്ടുകാർ തീരുമാനിച്ചു. അപ്പോൾ അതിൽ നിന്നും എന്നെ സുധീഷ് രക്ഷപ്പെടുത്തി. എനിക്ക് ജോലി ചെയ്യണം എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഞാൻ വീട് വിട്ട് സുധീഷിൻ്റെ കൂടെ വന്നു. പക്ഷേ സുധീഷിന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു, അത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് ഇത് എനിക്കിഷ്ടമില്ലാത്ത കല്യാണമല്ലേ എന്ന് വിചാരിച്ച് ഡിവോഴ്സ് കൊടുത്തത്. പക്ഷേ ഡിവോഴ്സ് കൊടുത്ത് കുറേ കാലം കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായി, സുധീഷിന് എനിക്കിഷ്ടം തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ ഡിവോഴ്സ് തീരുമാനത്തിൽ സുധീഷും എത്തിയിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിധി കരയുകയാണ്. നിധി ദിവ്യയോട് പറയാണ്, എനിക്ക് സുധീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. ആ സമയത്താണ് നിധിയുടെ ഫോണിലോട്ട് നികേഷ് ഫോൺ വിളിക്കും. അങ്ങനെ നികേഷ് ഫോൺ വിളിക്കുന്ന സമയത്തും നിധി ഫോൺ എടുത്തതിന് ശേഷം നിധി ചോദിക്കും, എന്താ ചോദിക്കണം. ആ സമയത്ത് നികേഷ് കരഞ്ഞുകൊണ്ടായിരിക്കും സംസാരിക്കുക. അപ്പോൾ നിധി ചോദിക്കും, എന്തിനാ നികേഷ് നീ കരയുന്നത്, കാര്യം പറയാമെന്ന് പറയണം. അങ്ങനെ നികേഷ് പറയും, സുധീഷ് ചേട്ടന് വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. നിധി ചോദിക്കും, ആക്സിഡൻറ്റോ എന്ന് ചോദിക്കണം. ആ സമയത്ത് ദിവ്യയും ചോദിച്ചും, ആർക്കാണ് ആക്സിഡൻ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ നിധിയും ദിവ്യയും ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.